ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ അരിത്തമെറ്റിക് മെയിൻ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അസ്റ്റിമേറ്റ് മെയിൻ മെത്തേഡിൽ എങ്ങനെയാണ് അരിത്തമെറ്റിക് മെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. ഇന്ന് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ എങ്ങനെ അരിത്തമെറ്റിക് മെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇത് ഒരു എക്സാമ്പിളിൻ്റെ സഹായത്തോടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. മാർക്ക് നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഇത് ഫ്രീക്വൻസി എന്നാണ് അറിയപ്പെടുന്നത്. കണ്ടിന്യൂസ് സീരീസ് ആണ്, അതുകൊണ്ട് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആയിട്ടായിരിക്കും തരുന്നത്. 0 മുതൽ 10 വരെ മാർക്കുള്ളവർ 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70. ഇനി ഓരോ മാർക്കും കിട്ടിയവർ കുട്ടികളുടെ എണ്ണം 5. 0 to 10 വരെ മാർക്ക് കിട്ടിയ 5 പേര്, 10 to 20 കിട്ടിയൊരു 12, ദെൻ 18, 25, 23, 10, 7. ടോട്ടൽ സ്റ്റുഡൻസ് 100. ഇനി സ്റ്റെപ്പ് മിഡ് വാല്യൂ കാണുക. നമ്മൾ അസിമേറ്റ് മെത്തേഡ് ചെയ്ത പോലെ തന്നെ മിഡ് വാല്യൂ, മിഡ് പോയിന്റ്, അതായത് അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 എം എന്നാണ് ഇതിനെ നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റോടെ കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മൾ ഇന്നലെ കണ്ടതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാ. 0 plus 10, 10 plus 5, 10 ഡിവൈഡഡ് ബൈ 2, 5. Five, 10, 0 plus 10, 10 divided by 2, 5. Then 20 plus 10, 30, 30 പകുതി 15, 25, 35, 45, 55, 65. ഇനി വീണ്ടും നമുക്ക് ഡി ഡാഷ് കാണാം. ഡി ഡാഷ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഡി ഡാഷ് ഡിസ്ക്രീറ്റ് സീരീസ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ്. ഡി ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ബൈ സി. സി ക്ലാസ് ഇൻ്റർവെൽ. എ ഇതിലൊന്നിനെ അസിമേറ്റ് മെയിനായിട്ട് എടുക്കുന്നു. അപ്പം എക്സിൽ നിന്ന്, അതായത് 5 ആണ് ഇവിടെ എക്സ്, അസിമേറ്റ് മെയിൻ 5 തന്നെ. അപ്പം അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നമുക്ക് 0 കിട്ടും. 0, 1, 2, 3, 4, 5, 6 ഇങ്ങനെ വരും. ഇനി എഫ് ഡി ഡാഷ് ആണ് അടുത്ത സ്റ്റെപ്പ്. എഫും ഡി ഡാഷും കൂടി ഇൻറ്റു ചെയ്യണം. അതായത് 5 ആണ് ഇവിടെ ഫ്രീക്വൻസി, ഈ കോളമാണ് ഫ്രീക്വൻസി. അപ്പോൾ ഇത് ഓരോന്നും ഇൻറ്റു ചെയ്തെടുക്കണം. 5 into 0, 0, 12 into 1, 12, ദെൻ 18 into 2, 36, ദെൻ 75, അതായത് 25 into 3, ദെൻ 92, 50 and 42. ഇനി ഇതിൻ്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. സിഗ്മ എഫ് ഡി ഡാഷ്. സിഗ്മ എഫ് ഡി ഡാഷ് ഈസ് ഈക്വൽ ടു 307. നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ബൈ സിഗ്മ എഫ് ഇൻറ്റു സി. ഇതാണ് അരിത്തമെറ്റിക് മീൻ കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ എ എന്ന് പറയുന്ന അസിമേറ്റ് മീൻ 5 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അസിമേറ്റ് മീൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് എ എന്ന്. അപ്പോൾ 5 പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് 307 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് 100 ഇൻറ്റു 10. അപ്പോൾ ഇവിടെ ഈ 0 കൊണ്ട് വെട്ടിപ്പോവും. ബാക്കി 5 പ്ലസ് 30.7 is equal to 35.7. ഇതാണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. അരിത്തമെറ്റിക് മീൻ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. ഡി ഡാഷ് കണ്ടാൽ മതി. ഡി ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ. മിഡ് പോയിന്റ് കാണുക, എന്നിട്ട് എക്സ് മൈനസ് എ കണ്ട് എഫ് ഡി ഡാഷ് കണ്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും ചെയ്ത് പഠിക്കുക. നമുക്ക് ഇന്നുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ്
അവസാനിപ്പിക്കാം. നാളെ പുതിയൊരു ടോപ്പിക്കുമായി, അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.